യാക്കോബായ ഓർത്തഡോക്സ് ലയനം അസാധ്യമെന്ന് യാക്കോബായ സഭ മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലുസ് മെത്രാപ്പൊലീത്ത. വ്യത്യസ്ത ആചാരങ്ങളും വിശ്വാസങ്ങളുമുള്ള ഇരു സഭകളും സഹോദര സഭകളായി വർത്തിക്കണം. ഒരു വശത്ത് സമാധാനാഹ്വാനവും മറുവശത്ത് സംഘർഷവുമായി ഓർത്തഡോക്സ് സഭയ്ക്ക് ഇരട്ട മുഖമാണുള്ളതെന്നും മെത്രാപ്പൊലീത്ത വിമർശിച്ചു. മലങ്കര ചർച്ച് ബിൽ യാഥാർത്ഥ്യമാക്കണമെന്നും ഹിതപരിശോധന നടത്തി പള്ളി വിട്ടുകൊടുക്കണമെന്നും മെത്രാപ്പൊലീത്ത ആവശ്യപ്പെട്ടു. തർക്കം രൂക്ഷമായി തുടരുമ്പോൾ യാക്കോബായ സഭയുടെ മീഡിയ വിഭാഗം ചെയർമാൻ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലുസ് മെത്രാപ്പൊലീത്ത നമുക്കൊപ്പം ചേരുകയാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭ നൽകിയിരിക്കുന്ന അധിക സത്യവാങ്മൂലത്തോടുള്ള യാക്കോബായ സഭയുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ ആദ്യമായിട്ട് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. വ്യത്യസ്ത വിശ്വാസവും വ്യത്യസ്ത ആചാരവുമുള്ള രണ്ട് സഭകളാണെന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് യാക്കോബായ സഭ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് സമാധാനാഹ്വാനവും ഒരു വശത്ത് ഐക്യത്തിൻ്റെ ആഹ്വാനവും മറുവശത്ത് കലാപത്തിൻ്റെ മുഖങ്ങളും കാണിക്കുന്ന ഈ ഇരട്ട മുഖവും ഞാനത് കപടതയൊന്നും ഞാൻ ആ വാക്കൊന്നും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് തന്നെയാണ് മലങ്കര സഭാ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടാതിരിക്കാനുള്ളതായ കാരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രശ്നം രണ്ട് സഭകളും സമാധാന ആഹ്വാനം നടത്തുന്നുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം ഇനി മുന്നോട്ടുള്ള പോക്ക്? എങ്ങനെയായിരിക്കാം ഒരു സമാധാനത്തിൻ്റെ അടുത്ത ചുവടുവയ്പ്? സുപ്രീം കോടതിയിലെ ഓർത്തഡോക്സ് വിഭാഗം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയണത്, കേരള ഗവൺമെൻറ് നടപ്പാക്കിയ സെമിത്തേരി ബില്ല് അതനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നതെന്നാണ് പറയുന്നത്. ഇവിടെയും ഒരു ഇരട്ടത്താപ്പാണ് നടക്കുന്നത്. കാരണം ഈ ബില്ലിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ളതായ റിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യവും പറയുന്നു, സുപ്രീം കോടതിയിൽ കോടതിയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ പൊടിയിടാനായിട്ടിപ്പോൾ മറ്റൊരിത് കൊടുക്കുന്നു. ഇതാണ് ആത്മാർത്ഥയില്ലാതെ. ഇത് തന്നെയാണ് ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, കോടതിയിൽ അന്ത്യോക്യ പാത്രീയ കേസ് സഭയുടെ തലവനാണെന്ന് പറയുന്നു, കോടതിക്ക് പുറത്ത് വന്നു കഴിയുമ്പോൾ വിദേശിയാണെന്ന് പറയുന്നു, കോടതിയിലാകമാന സഭയുടെ ഭാഗമാണെന്ന് പറയുന്നു, പുറത്തിറങ്ങുമ്പോൾ ഇത് സ്വതന്ത്ര സ്വയശീർഷക സഭയാണെന്ന് പറയുന്നു. അനുരഞ്ജനം നടക്കുമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പരസ്പരം ലയിച്ച് അനുരഞ്ജനപ്പെടുമെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ വിഷയത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പതിറ്റാണ്ടുകളായി രണ്ട് ഭരണ സംവിധാനങ്ങളും രണ്ട് സഭാ തലവന്മാരും സംവിധാനങ്ങളുമായിട്ട്, അത് എക്യുമെനിക്കൽ ബോഡികൾ എവിടെ എല്ലായിടത്തും രണ്ട് സഭകളായിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലയനം എന്ന് പറയുന്നത് അത് അസാധ്യമായ കാര്യമാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ലയനം എന്ന് പറയണമെങ്കിൽ അതിനകത്തത് ശാശ്വതമായ ഒരു സമാധാനവും ഒരു യോജിപ്പും അതിനകത്തുണ്ടാകണം. ഒന്നാമത് മാനസികമായിട്ട് ഈ 40 വർഷം കൊണ്ട് ഒത്തിരി അകന്നു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ലയനമെന്ന് പറയുന്നത് ശാശ്വതമായൊരു പരിഹാരമല്ല, മറിച്ച് രണ്ട് സഹോദര സഭകളായി പരസ്പര സഹകരണത്തിലും സഹവർത്തിത്വത്തിലും മുന്നോട്ട് പോവുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ശാശ്വതമായ പരിഹാരമെന്ന് പറയുന്നത്. ആരാണോ ഭൂരിപക്ഷം അവർക്ക് പള്ളി വിട്ടുകൊടുത്ത്, ന്യൂനപക്ഷത്തിന് അവരുടെ അവകാശവും കൊടുത്ത്, സെമിത്തേരി ഇരുകൂട്ടർക്കും ഉപയോഗിക്കുവാനുള്ള സാഹചര്യമുണ്ടാക്കി, പരസ്പര സഹകരണത്തിലും അതോടൊപ്പം തന്നെ സമാധാനത്തിലും മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിന് ഈ മലങ്കര ചർച്ച് ബില്ല് അത് നടപ്പാക്കി ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടണം. ഇരു സഭകളും സമാധാനത്തിന് ആഹ്വാനം ചെയ്യുമ്പോഴും നിയമപ്രശ്നങ്ങൾ സങ്കീർണമായി തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ലേബി സജീന്ദ്രൻ. ഒന്നിച്ചൊരു പോക്ക് അത് അസാധ്യമാണ്, അതേക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം? സുജയ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഓർത്തഡോക്സ് സഭ ആദ്യം അനുരഞ്ജനത്തിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, അതിനുള്ള നീക്കം നടത്തുന്നു. യാക്കോബായ സഭ നിയുക്ത കാതോലിക്ക തന്നെ അത്തരത്തിൽ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലീത്ത തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനെ ഓർത്തഡോക്സ് യാക്കോബായ സഭയും സന്നദ്ധമാണ് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു. ആ 2 ഭാഗത്തു നിന്നുള്ള പ്രസ്താവനകൾ വരുമ്പോഴും അതിനെ വായിച്ചെടുക്കേണ്ടത് അത് തമ്മിൽ ലയിക്കുന്നു എന്നല്ല, ലയിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് അസന്നിഗ്ധമായി തന്നെ ഇപ്പോൾ ഡോക്ടർ കുര്യാക്കോസ് മോർ തെയോഫിലുസ് മെത്രാപ്പൊലീത്ത പറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണവും ഇത് തന്നെയാണ് സുജയ. ഇത് സാങ്കേതികമായി ലയിക്കുന്നു എന്ന് പറയാനേ ആകുള്ളൂ. രണ്ടുപേർക്കും രണ്ട് വിശ്വാസങ്ങൾ, രണ്ട് ആചാരങ്ങൾ. അപ്പോൾ അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്, നമുക്കതിൽ അഭിപ്രായം പറയാനുമാകില്ല. എങ്കിലും ലയനം എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ള കാര്യമാണ് യാക്കോബായ സഭ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.